അപ്പോൾ നമുക്ക് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ പഠിക്കാം. ശരിക്കും ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് കോമൺ എമിറ്റർ ആണ്. മനസ്സിലായില്ലേ? കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്, അല്ലെ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ് നമ്മൾ ഈ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ. അതായത് എമിറ്റർ കോമൺ ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. അപ്പം നമുക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്, ഒരു BJT അല്ലെ ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണേൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് എവിടെ ആയിരിക്കണം? ആക്റ്റീവ് റീജിയനിലായിരിക്കണം. അപ്പോൾ എഴുതണം, നമ്മുടെ ട്രാൻസിസ്റ്റർ ബയാസിംഗ് എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ ബയാസിംഗ് എവിടെ ആയിരിക്കണം? ആക്റ്റീവ് റീജിയനിലായിരിക്കണം. ക്ലിയർ അല്ലേ? ഇനി മെയിനായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ IBക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ICയിലെ ഫുൾ കൺട്രോൾ ഉണ്ട്. അതായത് IB നമ്മൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞെന്നിരിക്കട്ടെ, ചെറുതായിട്ടൊന്ന് കുറഞ്ഞാൽ തന്നെ IC നല്ലപോലെ കുറയും. അതുപോലെ തന്നെ എ സ്മോൾ ഇൻക്രീസ് ഇൻ IB റിസൾട്ട്സ് ഇൻ വെരി ഹൈക്ക് ഇൻ IC എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ പഠിക്കാൻ നേരത്ത് ആദ്യത്തെ 2 പോയിന്റ് നമുക്ക് വളരെ സിമ്പിളാണ്. കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ കാര്യം അറിയാം, ഒരു സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ അത് എവിടെ ആയിരിക്കണം? അതിൻ്റെ ബയാസിങ് എന്ന് പറയുന്നത്, അതായത് എൻ്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് റീജിയനിലായിരിക്കണം. ഇനി ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിൽ IBക്ക് എന്ന് പറയുന്ന ICയുടെ മേലൊരു വലിയ കൺട്രോൾ ഉണ്ട്. അതായത് ഒരു സ്മോൾ ഇൻക്രീസ് ഇൻ IB റിസൾട്ട് ഇൻ വെരി ഹൈക്ക് ഇൻ IC എന്ന് പറയുന്നത്. ഇനി ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ ഫിഗർ നമുക്ക് വരയ്ക്കാം. നോക്കിയേ, നമ്മൾ ആദ്യമേ കോമൺ എമിറ്റർ ആണ് വരച്ചത്. ഇതാണ് എൻ്റെ എമിറ്ററിൽ നമ്മൾ എന്ത് വരയ്ക്കണം? ഒരു RE വരയ്ക്കണം. അതിന് ഞാനൊരു ബൈപ്പാസ് കപ്പാസിറ്റർ വരയ്ക്കണം, C എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ നോക്കണം, ഈ പറയുന്ന ഇൻപുട്ട് റീജിയനിൽ R1 R2 എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ഉണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ബേസ്, ഇതാണ് എൻ്റെ കളക്ടർ. അപ്പോൾ ഇവിടെയുള്ള റെസിസ്റ്റൻസ് എന്താ? RC. ഇനി എന്താണ് പറയുന്നത്? ഈ R1 R2 എന്ന് പറയുന്നത് VCC എന്ന് പറയുന്ന വോൾട്ടേജിനെയാണ് ഏതാണ് പറയുന്നത്? കട്ട് ചെയ്യുന്നത്. അടുത്ത ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ, ഇൻപുട്ട് സൈഡിൽ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ ഉണ്ട്. അതിനെയാണ് ഞാൻ എന്ത് വിടുന്നത്? ഇൻപുട്ട് സിഗ്നൽ, എൻ്റെ AC സിഗ്നൽ വിടുന്നത്. ഇനി ഈ പറയുന്ന കളക്ടർ സൈഡിൽ നിന്നാണ് ഞാൻ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി എന്താണ്? നമ്മുടെ ഒരു ലോഡ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ എന്ത് എടുക്കുന്നത്? Vout എടുക്കുന്നത്. ഇതാണ് ആർ സി കപ്പിൾഡിൻ്റെ, നമ്മൾ ശരിക്കും കപ്ലിംഗ് കപ്പാസിറ്റർ ആയതുകൊണ്ട് CC1 CC2 എന്നൊക്കെ പറയും. ഇതാണ് ശരിക്കും ആർ സി കപ്പിൾഡിൻ്റെ എന്താണ് പറയുന്നത്? ഈ പറയുന്ന സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത്. ഇതിനി ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ എന്താണ് പറയുന്നത്? ഈ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസിക്ക് അനുസരിച്ച്, അതാണ് ഫ്രീക്വൻസിക്ക് ആരാന്ന് പറയുന്നത്. ഫ്രീക്വൻസിക്ക് അനുസരിച്ച് എൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ മാറുന്നു, അല്ലെ നമ്മൾ എപ്പോഴും ഫ്രീക്വൻസി വേഴ്സസ് വോൾട്ടേജ് ഗെയിൻ ആണ് നമ്മുടെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർക്യൂട്ട് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിയും. ഒന്ന് നോക്കിയേ, എപ്പോഴും നോക്കണം, കോമൺ എമിറ്റർ എന്ന് പറയുമ്പോൾ എന്താ? എമിറ്റർ ഇങ്ങോട്ട് വരയ്ക്കണം. കളക്ടറാണ്, ഇത് നമ്മുടെ ബേസ് ആണ്. ഇനി ഓർക്കണം, കളക്ടറിൽ RC ആണ്, എമിറ്ററിൽ RE ആണ്. വളരെ സിമ്പിളാണ്. പിന്നെ ഇൻപുട്ടിൽ എൻ്റെ VCCനെ ഒരു R1 R2 പൊട്ടൻഷ്യൽ ഡിവൈഡർ സർക്യൂട്ട് കൊടുക്കണം. ഇൻപുട്ട് കൊടുക്കുന്നത് ഒരു കപ്പാസിറ്ററിലൂടെ, ഔട്ട്പുട്ട് കൊടുക്കുന്ന ഒരു കപ്പാസിറ്ററിലൂടെ. പിന്നെ REക്ക് വരെ ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ. സിമ്പിളാണ്. ഇനി നമ്മൾ ഓരോ കാര്യങ്ങളും ഇതിനകത്ത് എന്താണെന്ന് എഴുതണം. R1 R2 എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടാണ്. വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ഉണ്ട് തന്നെ. VCC എന്ന് പറയുന്ന വോൾട്ടേജിനെ, അതായത് VCC എന്ന് പറയുന്ന വോൾട്ടേജിനെയാണ് ഞാൻ എന്ത് ഡിവൈഡ് ചെയ്യുന്നത്? ഈ പറയുന്ന R1 R2 എന്ന് പറയുന്നത്, അതായത് R1 R2 എന്ന് പറയുന്ന ഈ റെസിസ്റ്റൻസ് ഇതാണ്. വോൾട്ടേജ് റെസിസ്റ്റൻസ് അറിയാലോ. ഇവിടെ ഇപ്പോൾ VR2 എന്ന് പറയുന്ന വോൾട്ടേജ് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? VR2 കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻറ്റു ആ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സം ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന നമ്മൾ ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയാസിങ് പഠിക്കാൻ നേരത്ത് വോൾട്ടേജ് ഡിവൈഡർ അല്ലെ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിങ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആംപ്ലിഫയറിന് ബെറ്റർ സ്റ്റെബിലിറ്റി കൊടുക്കാനാണ്.
അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നമ്മുടെ എന്താണ് R1 R2 കഴിഞ്ഞ്. ഇനി നമുക്കുള്ളത് എന്താണ് C1 C2 ആണ്. C1 C2 എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ആണ്. കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് എന്താണെന്ന് നമുക്കറിയാലോ. ഈ കപ്പാസിറ്റർ എന്താണ് ചെയ്യുന്നത്? AC-യെ പാസ് ചെയ്യും, DC സിഗ്നലിനെ സ്റ്റോപ്പ് ചെയ്യും. ഇത് നമുക്കറിയാവുന്നതാണ്. അടുത്ത നമ്മുടെ സർക്യൂട്ടിൽ ഏതാണ് ഇരിക്കേണ്ടത്? RE. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എമിറ്റർ റെസിസ്റ്റൻസ്. അതായത് നമ്മൾ ഈ പറയുന്ന ഇവിടാണ് എൻ്റെ I. ഞാൻ എപ്പോഴും പറഞ്ഞ I താഴോട്ട് വരച്ച IC ഇങ്ങോട്ട് വരണം, IB ഇങ്ങോട്ട് വരണം. ഈ RE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിറ്റർ റെസിസ്റ്റൻസ് ആണ്. ഇത് ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റിനെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന RE ഉപയോഗിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. RE എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് സ്റ്റേബിൾ. എന്തിനാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് സ്റ്റേബിൾ ആക്കുന്നത്? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് വെച്ച് VC-യും IC-യാണ്. അതായത് ഔട്ട്പുട്ട് കറണ്ടും ഔട്ട്പുട്ട് വോൾട്ടേജും. അതാണ് എൻ്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ VC-യും IC-യും നമ്മൾ ഡയോഡിൻ്റെ ക്യാര ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ആക്റ്റീവ് റീജിയനിലായിരിക്കണം. അതായത് ഈ ഒരു പോയിന്റ് നോക്കി, ഈ ഒരു പോയിന്റിൽ എനിക്കൊരു VC ഉണ്ട്, ഈ ഒരു പോയിന്റിൽ ഒരു IC ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ ആംപ്ലിഫയറിൻ്റെ ഈ രണ്ട് വാല്യൂ ഈ ഒരു ആക്റ്റീവ് റീജിയൻ, ഓപ്പറേറ്റിംഗ് പോയിന്റ് ആക്റ്റീവ് റീജിയനിൽ ഇരുന്നാൽ എന്ത് ചെയ്യത്തുള്ളൂ? ഇത് ആംപ്ലിഫൈ ചെയ്യത്തുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പോയിന്റിനെ സ്റ്റേബിൾ ആക്കും എഗൻസ്റ്റ് ടെമ്പറേച്ചറാണ്. സത്യത്തിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ടെമ്പറേച്ചർ കൂടുവാണെന്നിരിക്കട്ടെ. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ? IC കൂടും. ഞാൻ പറഞ്ഞിട്ടുള്ള എന്താ? IC എന്ന് വെച്ചാൽ എൻ്റെ ഓപ്പറേറ്റിംഗ് പോയിന്റാണ്. വൺസ് നമ്മളൊരു VC IC ബയാസിങ് നടത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ VC IC ഇവിടെ ഫിക്സ് ചെയ്യാനാണ്. മനസ്സിലായില്ലേ? വൺസ് VC IC ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്പറേറ്റിംഗ് പോയിന്റ് മാറാനേ പാടില്ല. ശരിക്കും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം പറ്റും, IC മാറും. IC മാറിക്കഴിഞ്ഞാൽ എന്താണ്? എൻ്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് മാറി, എനിക്ക് നല്ല രീതിയിൽ ആംപ്ലിഫിക്കേഷൻ നടക്കുകയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? IC സ്റ്റേബിൾ ആക്കണം. അപ്പോൾ എന്താ ഈ RE വെച്ചുകൊണ്ടുള്ള ഗുണമെന്നറിയാം. നമുക്കറിയാം IC കൂടുമ്പോഴത്തേന് IC കൂടുമ്പോൾ എന്താണ്? IE കൂടിയല്ലേ പറ്റൂ. IC കൂടുമ്പോൾ എന്താണ്? IE കൂടിയേ പറ്റൂ. ഇനി ഇവിടെ RE വെക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, I കൂടുമ്പോഴത്തേന് ഇവിടുത്തെ VRE എന്ന് പറയുന്ന ഈ വോൾട്ടേജ് കൂടും. മനസ്സിലായില്ലേ? എന്താണ് പറയുന്നത്? VRE എന്ന് പറയുന്ന വോൾട്ടേജ് കൂടും. ഇനി ഒറ്റ കാര്യം ഓർത്താൽ മതി, നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് ഇവിടെ നോക്കിയാൽ ഇവിടെ VR2 എന്ന് പറയുന്ന വോൾട്ടേജ് ഉണ്ട്, VB എന്ന് പറയുന്നുണ്ട്, VRE ഉണ്ട്. ശരിക്ക് നമ്മൾ പറയുകയാണ് VRE കൂടുമ്പോഴത്തേന് എൻ്റെ VBE കുറയും. VB കുറയുമ്പോൾ എന്താ? IB കുറയും. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? IB എന്ന് പറയുന്നതിന് ഫുൾ കൺട്രോൾ ഉണ്ട് നമ്മുടെ IC-ക്ക് മേളിൽ. അപ്പോൾ IB കുറയുമ്പോൾ എന്താ? IC-യും കുറയും. എൻ്റെ പ്രശ്നം എന്തായിരുന്നു? ഓപ്പറേറ്റിംഗ് പോയിന്റ് സ്റ്റേബിൾ ആയിട്ട് നിർത്തണം. അപ്പോൾ ഈ പറയുന്ന ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേന് IC കൂടും. IC എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓപ്പറേറ്റിംഗ് പോയിന്റാ. ഈ IC മാറാൻ പാടില്ല. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ IC കൂടുകയല്ല. കാരണം എന്തുകൊണ്ടാണ്? ഈ VRE-യുടെ പ്രസൻസ് ഉള്ള കാരണം. ഇത്ര എഴുതിയാൽ അത് ടെമ്പറേച്ചർ കൂടുമ്പോൾ IC കൂടും, IC കൂടുമ്പോൾ IE കൂടും, IE കൂടുമ്പോൾ മനസ്സിലായത്? ഈ ഫിഗറിൽ നോക്കിയാൽ മതി, ഇത് നോക്കിയാൽ മതി. IC ഇവിടെ നോക്കിയാൽ IC കൂടിയപ്പോൾ IE കൂടി, IE കൂടിയപ്പോൾ RE കൂടെയുള്ള പൊട്ടൻഷ്യൽ VRE കൂടി, VRE കൂടിയപ്പോൾ IB കുറയുമെന്ന് ആലോചിച്ചാൽ മതി. IB കുറയുമ്പോൾ എന്താണ്? IC കുറയും. അപ്പം നോക്കിയാൽ ടെമ്പറേച്ചർ മൂലം IC കൂടിയാലും നമ്മുടെ RE ഉള്ളത് കാരണം REയുടെ അക്രോസ് ഉള്ള VRE കൂടും. ചുരുക്കി പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ IC കൂടും. IC കൂടിയ പാടെ എന്ത് ചെയ്യുമെന്ന് നോക്കട്ടെ, ഈ RE ഇവിടെ ഉള്ളത് കൊണ്ട് VRE കൂടും. അപ്പോൾ IB കുറയും, IC കുറയ്ക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ശരിക്ക് RE എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എന്താണ് പറയുന്നത്? കപ്ലിംഗ് കപ്പാസിറ്റർ കണ്ടു, R1 R2 കണ്ടു, പിന്നെ ഈ പറയുന്ന CE അടുത്താണ് ശരിക്കും നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഇനി ആ CE എന്നാണ് പഠിച്ചാൽ? CE എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈപ്പാസ് കപ്പാസിറ്റർ എന്നാണ് പറയുന്നത്. ബൈപ്പാസ് കപ്പാസിറ്റർ എന്താണ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു സർക്യൂട്ടിൽ ഷണ്ടായിട്ട് കപ്പാസിറ്റർ കണക്ട് ചെയ്താൽ, നമ്മൾ കപ്പാസിറ്ററിൽ ആദ്യമേ പഠിച്ചിരുന്നു, ഇതെന്തായിട്ട് ആക്ട് ചെയ്യും? ബൈപ്പാസ് ചെയ്യും സിഗ്നലിൽ നിന്ന്. അല്ലെങ്കിൽ നമുക്കറിയാം എല്ലാ കപ്പാസിറ്ററും എന്ത് ചെയ്യുന്നു? AC സിഗ്നൽ
പാസ് ചെയ്യും, DC സ്റ്റോപ്പ് ചെയ്യും. ക്ലിയർ അല്ലേ? ഇവിടെ ബൈപ്പാസ് ചെയ്യുമെന്ന് ഇപ്പോൾ എഴുതിയാൽ മതി. ഈ കപ്പാസിറ്റർ എന്താണ്? C എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈപ്പാസ് കപ്പാസിറ്റർ ആണ്. ഇനി ലാസ്റ്റ് പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ആംപ്ലിഫയർ എന്താണ് ചെയ്യുന്നത്? ആംപ്ലിഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സിഗ്നൽ ഉണ്ട്. ആ സിഗ്നലിനെ ശരിക്കും വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആംപ്ലിറ്റ്യൂഡ് കൂടി ആംപ്ലിഫൈ ചെയ്യും. ഫ്രീക്വൻസി റെസ്പോൺസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഔട്ട്പുട്ട്, അതായത് ഫ്രീക്വൻസിയും എൻ്റെ വോൾട്ടേജ് ഗെയിനും തമ്മിലുള്ള, ഈ A എന്ന് ഉദ്ദേശിക്കുന്ന ഗെയിനാണ് കേട്ടോ, V എന്ന് ഉദ്ദേശിക്കുന്നത് വോൾട്ടേജ് ഗെയിനും, നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഗെയിന് വിത്ത് റെസ്പെക്ട് ടു ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഗെയിൻ എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് എന്താണ് പറയുന്നത്, നമ്മുടെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെർഫോമൻസ് ഓഫ് ദ ആംപ്ലിഫയർ വിത്ത് റെസ്പെക്ട് ടു ഡിഫറെൻറ്റ് ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച് എൻ്റെ ആംപ്ലിഫയറിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അതാണ് നമുക്ക് എന്ത് തരുന്നത്, ഫ്രീക്വൻസി റെസ്പോൺസ്. മനസ്സിലായില്ലേ? ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞാൽ ഫ്രീക്വൻസി റെസ്പോൺസ് എന്താണ് പറയുന്നത്, പെർഫോമൻസ് ഓഫ്, ഇതെല്ലാം ഞാൻ നോട്ട് നിങ്ങൾക്ക് തരാം, പെർഫോമൻസ് ഓഫ് ആംപ്ലിഫയർ വിത്ത് റെസ്പെക്ട് ടു ഫ്രീക്വൻസി എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിയാണ് FL FH. ഓപ്പറേറ്റിംഗ്, അതായത് ശരിക്കും വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിയാണ് FL FH. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മിഡിൽ ഓഫ് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിയിൽ എനിക്കിത് കോൺസ്റ്റൻ്റ് ആയി നിർത്തും. സത്യത്തിൽ നോക്കിയാണ് ഞാൻ വരയ്ക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ സ്ട്രെയിറ്റ് വരയ്ക്കരുത്. എന്താണ് നോട്ടെ, ഗെയിൻ കോൺസ്റ്റൻ്റ് ആയിട്ട്, അതായത് എല്ലാ ഈ ഫ്രീക്വൻസിയിലെ ഗെയിൻ ഇതാണെങ്കിൽ അടുത്ത ഫ്രീക്വൻസിയിൽ വേറൊരു ഗെയിൻ ഉണ്ടായിരിക്കും. അതായത് ശരിക്കും നമ്മൾ പ്രാക്ടിക്കലി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിൽ ഒരിക്കലും ഗെയിൻ സെയിം ആവില്ല. വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. നോ പ്രാക്ടിക്കൽ ആംപ്ലിഫയർ ഹാസ് സെയിം ഗെയിൻ ഇൻ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ്. അതുകൊണ്ട് നമ്മൾ മിഡ് ഫ്രീക്വൻസിയിൽ ഒരു ചെറിയ ചരിവ് കൊടുത്തേക്കണം. മനസ്സിലായില്ലേ? അതായത് എൻ്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിയുടെ മിഡിലിൽ എൻ്റെ ഗെയിൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിനെ ഞാൻ പറയുന്നത് പേരാണ് മിഡ് ബാൻഡ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് ഇനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിൻ കോൺസ്റ്റൻ്റ് ആണ്. ഫ്രീക്വൻസീസ് അറ്റ് വിച്ച് ഗെയിൻ ഫോൾസ് ബൈ 3 dB, അതാണ് എൻ്റെ ലോ ഫ്രീക്വൻസി ബാൻഡും ഹൈ ഫ്രീക്വൻസി ബാൻഡും. മനസ്സിലായില്ലേ? അതായത് ഫ്രീക്വൻസീസ് അറ്റ് വിച്ച് ഇതെന്താണ് പറയുന്നത്, ഗെയിൻസ് ഫോൾസ് ബൈ 3 dB. മനസ്സിലായില്ലേ? അതിനെയാണ് നമ്മൾ ലോ ഫ്രീക്വൻസി എന്നും ഹൈ ഫ്രീക്വൻസി ബാൻഡ് എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കിക്കേ, ഇവിടെ നോക്കിയേ, എൻ്റെ ഗെയിൻ കുറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അതായത് എൻ്റെ ലോ ഫ്രീക്വൻസി ഏരിയയിലും ഹൈ ഫ്രീക്വൻസി ഏരിയയിലും ഗെയിൻ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് പഠിക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഓർത്തോണം, നമുക്ക് ശരിക്കും ഒരു മിഡ് ബാൻഡ് ഉണ്ട്, ലോ ഫ്രീക്വൻസി ബാൻഡ് ഉണ്ട്, ഹൈ ഫ്രീക്വൻസി ബാൻഡ് ഉണ്ട്. ശരിക്ക് ലോ ഫ്രീക്വൻസി ബാൻഡിലാണേലും എൻ്റെ ഗെയിൻ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹൈ ഫ്രീക്വൻസിയിലാണേലും എൻ്റെ ഗെയിൻ റെഡ്യൂസ് ഉണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ ലോ ഫ്രീക്വൻസിയിൽ, അതായത് ഇൻപുട്ട് ഏരിയയിലും ഇതുണ്ടല്ലോ, നമുക്കൊരു കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ഉണ്ടല്ലോ. ഈ കപ്ലിംഗ് കപ്പാസിറ്റർ, അതായത് കപ്ലിംഗ് കപ്പാസിറ്ററിന് ലോ ഫ്രീക്വൻസി, ഞാനിപ്പോൾ ലോ ഫ്രീക്വൻസിയാണ് കൺസിഡർ ചെയ്യുന്നത്. ലോ ഫ്രീക്വൻസിയിൽ കപ്പാസിറ്റീവ് ഇൻഡക്റ്റൻസ് എന്താ 1/2 FC ആണ്. ക്ലിയർ അല്ലേ? അതായത് എഫ് കുറയുമ്പോൾ എൻ്റെ എന്താണ് പറയുന്നത്, കപ്പാസിറ്റീവ് ഇൻഡക്റ്റൻസ് കൂടും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് എൻ്റെ എന്താണ് പറയുന്നത്, ഗെയിൻ കുറയുന്നത്. അപ്പോൾ ഒരു കാര്യം കൊണ്ടോണം, നമ്മുടെ കപ്പാസിറ്റൻസ് ഉണ്ടെങ്കിൽ, കപ്പാസിറ്റൻസ് എന്ന് വെച്ചാൽ 1/2 FC, അതായത് കപ്പാസിറ്റൻസ് കാരണമാണ് എന്തുണ്ടാകുന്നത്, കപ്ലിംഗ് കപ്പാസിറ്ററിൻ്റെ ഇൻഡക്റ്റീവ് കപ്പാസിറ്റൻസ് കാരണമാണ്, അല്ല കപ്പാസിറ്റീവ് ഇൻഡക്റ്റൻസ് കാരണമാണ് എൻ്റെ ഗെയിൻ കുറയുന്നത്. അതുപോലെ ലോ ഫ്രീക്വൻസിയിലും എൻ്റെ ഗെയിൻ കുറയുന്നുണ്ട്. അവിടെയും എനിക്ക് ഗെയിൻ കുറയാൻ കാരണം എന്താണെന്ന് അറിയാവോ, ഈ പറയുന്ന കപ്പാസിറ്റൻസ് തന്നെയാണ്.
ആ കപ്പാസിറ്റൻസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അത് കപ്ലിംഗ് കപ്പാസിറ്റർ അല്ല, ഇൻറ്റേർണൽ കപ്പാസിറ്റൻസ് ആണ്. അല്ല നമ്മൾ എന്തു പറയും, സ്ട്രേ കപ്പാസിറ്റൻസ് എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ട്രേ കപ്പാസിറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് ഫൗണ്ട് ബിറ്റ്വീൻ ട്രാൻസിസ്റ്റർ ജംഗ്ഷൻസ്. അതായത് ഒന്ന് എഴുതിക്കോ, കപ്പാസിറ്റൻസ് ഫൗണ്ട് ബിറ്റ്വീൻ ട്രാൻസിസ്റ്റർ ജംഗ്ഷൻ. ഓക്കെ അല്ലേ? ഇനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മിഡ് ഫ്രീക്വൻസിയിൽ നമ്മുടെ ഗെയിൻ എന്താണെന്നാണ് പറഞ്ഞത്, ഗെയിൻ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റ് ഞാൻ പറഞ്ഞില്ലേ, കപ്പാസിറ്റർ ഉള്ളതല്ലേ പ്രശ്നം. കപ്ലിംഗ് കപ്പാസിറ്റർ ഉണ്ടെങ്കിലും ഗെയിൻ കുറഞ്ഞ്, പാരസിറ്റിക് അതായത് എന്ന് പറഞ്ഞാൽ സ്ട്രേ കപ്പാസിറ്റൻസ് ഉണ്ടെങ്കിലും എന്താണ് പറഞ്ഞത്, ഗെയിൻ കുറഞ്ഞ്. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ മിഡിൽ ഗെയിൻ കുറയാൻ പാടില്ലോ. അതുകൊണ്ട് ഓർത്തോണം, ഇവിടുത്തെ കപ്ലിംഗ് കപ്പാസിറ്റൻസും ഇൻറ്റേർണൽ കപ്പാസിറ്റൻസും എല്ലാം എന്താണ്, ഷോർട്ട് സർക്യൂട്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അവിടുത്തെ ഗെയിൻ കുറവായിരിക്കും. ക്ലിയർ അല്ലേ? ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന എന്താണ് പറയുന്നത്, വരയ്ക്കുക എളുപ്പം. ഇത് എമിറ്റർ ആണെങ്കിൽ ഇവിടെ ഒരു ആർ ഇ വരയ്ക്കുക, അതിനെന്താണ് ഒരു സി വരയ്ക്കുക, എന്നിട്ടൊരു പൊട്ടൻഷ്യൽ ഡിവൈഡർ R1 R2, എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു കപ്ലിംഗ് കപ്പാസിറ്ററിലൂടെ ഇൻപുട്ട് കൊടുക്കണം, ഇവിടെ VCC കൊടുക്കണം, ഔട്ട്പുട്ട് ഒരു കപ്പാസിറ്ററിലൂടെ എടുക്കണം, V ഔട്ട്. ഇത്രയേ ഉള്ളൂ. ഓരോന്ന് എഴുതണം. R1 R2 എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ്, പൊട്ടൻഷ്യൽ ഡിവൈഡർ ആണ്. ഇനി എഴുതേണ്ടതെന്ന് വെച്ചാൽ കപ്ലിംഗ് കപ്പാസിറ്ററിനെ കുറിച്ച് എഴുതണം. ഇനി എന്താണ് പറയുന്നത്, RE കുറിച്ച് എഴുതണം. RE ആണ് വളരെ ഇമ്പോർട്ടൻ്റ്. എന്തിനാണ്, എൻ്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് കോൺസ്റ്റന്റ് ആക്കണം. അതായത് എന്താണ്, IC കൂടിയാൽ, അതായത് ടെമ്പറേച്ചറിന് എഗൻസ്റ്റ് ഏതാണ് പറയുന്നത്, ഓപ്പറേറ്റിംഗ് പോയിന്റിനെ കോൺസ്റ്റന്റ് ആക്കുന്ന സാധനമാണ് RE. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഴുതണം RE എന്തിനാണ്, ടെമ്പറേച്ചറിന് എഗനിസ്റ്റ് ആയിട്ട് എൻ്റെ ഓപ്പറേറ്റിംഗ് പോയിന്റിനെ സ്റ്റേബിൾ ആയിട്ട് നിർത്തും. അപ്പോൾ IC കൂടുമ്പോഴത്തേന് എന്താണ്, IE കൂടും. നോക്കിയേ, ഇവിടെ ഇത്ര ഓർത്താൽ മതി. IC കൂടും, ടെമ്പറേച്ചർ കൂടുമ്പോൾ IC കൂടും. IC കൂടിയാൽ പണി പാളി. IC നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് ആണ്, IC മാറാൻ പാടില്ല. IC കൂടുമ്പോഴത്തേന് എന്താണ്, ഈ പറയുന്ന IE കൂടും. IE കൂടുമ്പോൾ RE VRE കൂടും. VRE കൂടുന്നതിനനുസരിച്ച് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IB കുറയും. IB കുറയുമ്പോൾ വീണ്ടും IC കുറഞ്ഞോളും. അപ്പോൾ കൂടി ICനെ കുറച്ചു. അപ്പോൾ എന്താണ്, ഈ RE കാരണമാണ്. VRE എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് IB കുറയാനും IC വീണ്ടും കുറയാനും കാരണം. ക്ലിയർ അല്ലേ? ഇനി കപ്ലിംഗ് കപ്പാസിറ്റർ പറഞ്ഞു. ഇനി എന്താണ് പറയുന്നത്, ബൈപ്പാസ് കപ്പാസിറ്റർ പറഞ്ഞു. ഇനി ശരിക്കുള്ളത് ഫ്രീക്വൻസീസ്. വരയ്ക്കുമ്പോൾ ശകലം ചരിച്ചു വരയ്ക്കുക. ഇതാണ് FL-ഉം ഇതാണ് FH എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം ഓർത്തോണം, നമ്മൾ എപ്പോഴും എടുക്കുന്നതെന്ന് വെച്ചാൽ ഗെയിനാണ്. അതായത് എൻ്റെ ആംപ്ലിഫയർ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നനുസരിച്ചിട്ടാണ് ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിക്ക് മിഡിലാണെങ്കിൽ ശരിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താണ്, കോൺസ്റ്റൻറ്റ് ഗെയിൻ കിട്ടും. ഇനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഫ്രീക്വൻസിയിൽ നിന്ന് ലോ ഫ്രീക്വൻസിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതെന്താണ് പറയുന്നത്, ലോ ഫ്രീക്വൻസി ബാൻഡും ഇത് ഹൈ ഫ്രീക്വൻസി ബാൻഡും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കണം, ഇവിടുത്തെ വോൾട്ടേജ് ഗെയിൻ കുറയാൻ കാരണം എന്താണ്, കപ്ലിംഗ് കപ്പാസിറ്റൻസ്. ഇവിടുത്തെ അതായത് ഫ്രീക്വൻസി സറ്റ് വെച്ച് എന്താണ് പറയുന്നത്, മിഡ് ബാൻഡിനകത്ത് നിന്ന് ഒരു 3 dB ഏതാണ് പറയുന്നത്, കുറവുണ്ടാകുന്നതാണ് നമ്മൾ ലോ ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി എന്ന് എടുക്കുന്നത്. അപ്പം ഈ പറയുന്ന ഇൻപുട്ട് ഏരിയയിൽ വോൾട്ടേജ് ഗെയിൻ കുറയാൻ കാരണം എന്താണ്, കപ്ലിംഗ് കപ്പാസിറ്റൻസ് എന്നാണ്. ഹൈ ഫ്രീക്വൻസി കുറയാൻ കാരണം എന്താണ്, ഇൻറ്റേർണൽ കപ്പാസിറ്റൻസ് അല്ലെ സ്ട്രേ കപ്പാസിറ്റൻസ് എന്ന് പറയും. ഇവിടെ നമ്മുടെ കപ്പാസിറ്റർ ഇൻറ്റേർണൽ ആണെങ്കിലും ശരി, കപ്ലിംഗ് ആണെങ്കിലും ശരി, എല്ലാത്തിനെയും ഷോർട്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഇവിടെ എന്താണ്, കോൺസ്റ്റന്റ് ആയിരിക്കാം. ഇത് ചിലപ്പോൾ 3 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ.